30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. വെളിയൻകോട് അണ്ടിപ്പാട്ടിൽ മുഹമ്മദ് ബഷീർ, അയ്യൂച്ചിറ ചെറുവളപ്പിൽ അബ്ദുൾ റാസിഖ്, വെളിയൻകോട് കുറ്റിയാടി റിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഡിസംബർ 13-ന് കായംകുളം കറ്റാനത്ത് GST എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വാഹന പരിശോധന നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർ കൈകാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്നിരുന്നു. നൂറനാട് മാർക്കറ്റ് ജംഗ്ഷനിൽ വാഹനം പിടികൂടിയപ്പോൾ ഡ്രൈവറും സഹായിയും വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് വാഹനം പരിശോധിച്ചതിൽ 40 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഹാൻഡ്സ്, കൂൾ ഇനത്തിൽപ്പെടുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് നിലവിൽ മാർക്കറ്റിൽ 30 ലക്ഷത്തോളം രൂപ വില വരും. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തെക്കൻ ജില്ലകളിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങുന്ന പുകയില ഉൽപ്പന്നങ്ങൾ നാട്ടിൽ വൻ തുകയ്ക്കാണ് വിറ്റഴിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കിടയിൽ വരെ ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി എത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും മാവേലിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി. CCTV ന്യൂസ്, പുന്നയൂർകുളം.